ഒരുപാട് നാളായി യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് മാനിച്ചാണ് ഇങ്ങനൊരു വീഡിയോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലം ഇവിടെ വന്ന സമയത്ത് ദോശയുടെ കൂടെ ഒരു ചമ്മന്തി എഴുതേണ്ട എന്നോട് ചോദിച്ചായിരുന്നു, ഇതെന്താ ഐറ്റംസ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞ ആള് ഈ ഒരു ചമ്മന്തിയും കൂട്ടി പിന്നെയും ദോശ കഴിക്കാനിടയായി. അപ്പം എന്നോട് ചോദിച്ചത്, നിനക്ക് യൂട്യൂബിൽ ഇട്ടൂടെ, എല്ലാവർക്കും ഉപകാരപ്പെടില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ തിരുമ്പ് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. ഈ പ്രാവശ്യം തീർന്നപ്പോൾ വീണ്ടും ഫില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്കും കൂടി ആ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കായാലും നമ്മുടെ നാട് വിട്ട് വെളി രാജ്യത്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതൊരു 3-4 മാസം വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഡപ്പയിൽ, നനവില്ലാത്തൊരു ഡപ്പയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി ഇരിക്കും. ഫ്രിഡ്ജിന്റെ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിരിക്കണം ഡപ്പ. വെള്ളം നനവൊന്നും പാടില്ല, ഈർപ്പമൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. പെട്ടെന്ന് നമുക്കൊരു എന്താ പറയണ, വെളിയിൽ നിന്നൊക്കെ വന്നിട്ട് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് ചിക്കൻ ചമ്മന്തി. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ എല്ലാ ഫുഡിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എരിവൊക്കെ നമുക്ക് വേണ്ട അനുസരിച്ച് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും ചോറിന് ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഒരു മോര് കാച്ചിയതുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂടി നമുക്ക് കൊടുത്തുവിടാം. ഭയങ്കര ടേസ്റ്റിൽ പിള്ളേർ കഴിക്കുന്നതാണ്. പിന്നെ വേണ്ട ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് എല്ലാം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഓരോ ഐറ്റംസിൻ്റെ പേര് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് ഉള്ളിയും പൊട്ടാറ്റോയും കൂടി ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയണം. എന്നിട്ട് അത് വറുത്തെടുത്ത് വെച്ചേക്കണേണ്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നന്നായിട്ട് ഈ കളറിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ചിക്കൻ മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ചിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, ഓപ്ഷനാണ്. തേങ്ങാക്കൊത്തും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഉലുവ, പെരുംജീരകം, നല്ല ജീരകം കൂടി വറുത്ത് പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കേണ്ടത് നമ്മുടെ ഗരം മസാലയും കുറച്ച് മുളക് പൊടിയൊക്കെ എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനുള്ളത് മതി. പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം ഇതിൻ്റെ അകത്തൊരു കഷ്ണം പുളിയും കൂടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ടൊന്നും തൊടരുത്, നല്ലൊരു മരത്തിൻ്റെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു എയർ ടൈറ്റുള്ള ഡെപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 3-4 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം. ചോറ് കഴിക്കുമ്പോൾ ചോറിൻ്റെ മേളിൽ ഇതിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉള്ളിമുളകൊക്കെ കുഴച്ച് പണ്ടൊക്കെ ചോറ് നട്ടില്ലേ, അതേ ടേസ്റ്റാണ് കിട്ടുന്നത്. പക്ഷേ ചിക്കൻ്റെതായ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പം ഇത് നമുക്ക് ഗൾഫിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു കറി എന്നൊക്കെ പറയാം. അത്രയും ഹെവി ഐറ്റംസുകൾ ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.